ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനും ഈ ഒരു വഴിപാടിനെക്കുറിച്ച് പറയുവാനും കഴിഞ്ഞത് ചോറ്റാനിക്കര അമ്മയുടെ കരുണയായിരിക്കാം. ഇത് എനിക്ക് കൂടി അനുഭവമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്നോർത്തത്. അമ്മ അറിയാതെ ഈ ലോകത്ത് ഒന്നും തന്നെ നടക്കുന്നില്ല. ഇതും ഒരു നിമിത്തമായി അമ്മ തന്നെ ചെയ്യിക്കുന്നതാകാം. നമസ്കാരം. എല്ലാവർക്കും കൃഷ്ണഗീതി ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മനസ്സിൽ വളരെ കാലമായി നടക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ആഗ്രഹമുണ്ടോ? ഈശ്വര, ഇതൊന്ന് നടന്നു കിട്ടണേ എന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം. ഇതൊന്നും നടന്നു കിട്ടിയിരുന്നു എങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ, എൻ്റെ കുടുംബം നന്നായി പോയേനെ എന്ന് കരുതുന്ന ഒരു ആഗ്രഹം. ആ ആഗ്രഹം നടക്കാൻ വേണ്ടിയുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അഭീഷ്ടവരദായിനിയും ക്ഷിപ്രസാദിനിയുമായ ചോറ്റാനിക്കര അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോയിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ചോറ്റാനിക്കര അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് അമ്മയുടെ അനുവാദം കൂടിയേ തീരൂ. അമ്മയുടെ അനുവാദവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ആ തിരുസന്നിധിയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സം വന്നിരിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ചോറ്റാനിക്കര അമ്മയുടെ ആ തിരുസന്നിധിയിൽ എത്തുവാനും അമ്മയെ കാണാനുമുള്ള ആ മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി ചെയ്യണേ. അങ്ങനെ അമ്മയുടെ നടയിൽ എത്തിയിട്ടുള്ളവർ അത്രയ്ക്ക് അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാണ്. ഇനി ചെയ്യേണ്ട ആ വഴിപാടിനെ കുറിച്ച് പറയാം. ആദ്യം നമ്മൾ കുളിച്ച് ശുദ്ധമായി സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുക. പിന്നീട് അമ്മയുടെ രൂപം പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അമ്മേ, ഈ ആഗ്രഹം നടത്തി തരണേ, എത്രയും വേഗം ഞാൻ ആ തിരുനടയിൽ എത്തിക്കൊള്ളാം എന്ന് കൂടി പ്രാർത്ഥിക്കുക. പിന്നെ ചെയ്യേണ്ട വഴിപാട് നാണയക്കിഴിയാണ്. നിങ്ങൾ എന്നാണോ പോകാൻ തീരുമാനിക്കുന്നത് അതിന് ഒരാഴ്ച മുന്നേ ഒരു ചെറിയ ചുവന്ന പട്ട് വാങ്ങുക. എന്നിട്ട് പൂജാമുറിയിൽ അത് വെച്ച് അതിൽ 21 ഒറ്റ രൂപ നാണയം അടുക്കി അടുക്കി വയ്ക്കുക. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ 2 പേർക്കും ഒരുപോലെ ചെയ്യുക, മേൽക്കാവിലും കീഴ്ക്കാവിലും. 7 ദിവസം ഇത് പൂജാമുറിയിൽ വെച്ച ശേഷം അതൊരു കിഴിയായി കെട്ടി അതുമായി ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ ചെല്ലുക. ഒരു കിഴി ചോറ്റാനിക്കര അമ്മയ്ക്കും ഒരു കിഴി കീഴ്ക്കാവിലമ്മയ്ക്കും. കൂടെ മധുരപ്രിയയായ അമ്മയ്ക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ഉണ്ട ശർക്കരയെങ്കിലും കൂടെ കൊണ്ടുപോകാൻ മറക്കരുതേ. പിന്നീട് അമ്മയ്ക്ക് ഒരു നെയ്വിളക്ക് ദീപവും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ നെയ്വിളക്കിൻ്റെ പ്രകാശം അമ്മ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വഴിപാട് നേർന്ന നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ ഈ വഴിപാടുമായി അമ്മയുടെ തിരുസന്നിധിയിൽ നിങ്ങൾ എത്തേണ്ടതാണ്. ഇനി അല്ലാത്ത പക്ഷം എല്ലാവർക്കും അതിൻ്റേതായ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും അമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ.